പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആ വാർത്ത ഇതാണ്. റിപ്പോർട്ടർ നാഷണൽ ബ്രേക്കിംഗ്. ഡോക്ടർമാർക്കും ആശുപത്രികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ കുറ്റകരമാകുന്ന നിയമനിർമ്മാണ നീക്കം ഉപേക്ഷിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഒരു മേഖലയ്ക്ക് മാത്രമായി ഇത്തരം നിയമം കൊണ്ടുവരാൻ കഴിയില്ല എന്നാണ് നിലപാട്. വിവരാവകാശ നിയമപ്രകാരം റിപ്പോർട്ടർ നൽകിയ ചോദ്യത്തിനുള്ള മറുപടിയായാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നയം വ്യക്തമാക്കിയത്. റിപ്പോർട്ടർ നാഷണൽ ബ്രേക്കിംഗ്. കേന്ദ്രം ആ നയം ഉണ്ടാക്കാനേ പോകുന്നില്ല. ഡോക്ടർമാർക്കും ആശുപത്രികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ ജാമ്യമില്ലാ കുറ്റമാകും. പ്രതികൾക്ക് 10 വർഷം വരെ തടവും 50 ലക്ഷം രൂപ വരെ പിഴയും. അക്രമം സ്ഥിരീകരിച്ചാൽ ഏറ്റവും കുറഞ്ഞത് 6 മാസം തടവും 50,000 രൂപ പിഴയും. ഇത്തരത്തിലാണ് കേന്ദ്ര നിയമം നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. 2019 കരട് ബില്ല് കൊണ്ടുവന്നെങ്കിലും അന്ന് അവതരിപ്പിച്ചില്ല. ഇതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ നിയമം തന്നെ വേണ്ടെന്ന് വയ്ക്കുന്നത്. ഒരു വിഭാഗത്തിനു മാത്രമായി ഇത്തരം നിയമം കൊണ്ടുവരാനാകില്ലെന്നാണ് കേന്ദ്ര നിലപാട്. ഇക്കാര്യം വ്യക്തമാക്കിയാണ് കേരളത്തിൽ നിന്നുള്ള ഡോക്ടർ KV ബാബു ആവശ്യപ്പെട്ട വിവരാവകാശ ചോദ്യങ്ങൾക്കുള്ള മറുപടി. അതിൽ കിട്ടിയ മറുപടി ഇങ്ങനൊരു നിയമം ഇനി ഉണ്ടാക്കാൻ ഉദ്ദേശം ഇല്ല എന്ന് വളരെ അർത്ഥശങ്കക്കിടയില്ലാത്ത വ്യക്തമാക്കാറുണ്ടായിരുന്നു. അത് ദൗർഭാഗ്യകരമായ സ്ഥിതിവിശേഷമാണ്. 2 പ്രധാനമന്ത്രി ഓഫീസും ഹോം മിനിസ്റ്റർ ഓഫീസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ കോപ്പി തരാൻ പറ്റില്ല എന്നുമാണ് പറഞ്ഞത്. എക്സ്റ്റെൻഡ് ചെയ്ത കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ഈ നിയമം വരാത്തത് എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു ആദ്യം. 3 ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 2019 ഇങ്ങനെ ഡ്രാഫ്റ്റ് നിയമം കേന്ദ്ര സർക്കാരാണ് കൊണ്ടുവന്നത്. അതിനുശേഷം കോവിഡ് കാലഘട്ടത്തിൽ എപ്പിഡമിക് ആക്ടിൽ അമെൻമെന്റ് വരുത്തി. അത് വളരെ ഉപയോഗപ്രദമാണ്. അന്നത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി രാജ്യസഭയിൽ 2020 സെപ്റ്റംബറിൽ ഒരു പ്രസ്താവന നടത്തി. അത് വയലൻസ് കുറക്കാൻ വളരെ സഹായിക്കും. എന്നാൽ ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോഴും ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് ദൗർഭാഗ്യകരമാണ്. ഇതിനെ എങ്ങനെയാണ് ദോഷം കൂട്ടായി നേരിടേണ്ടത് എന്ന കാര്യം ചർച്ച ചെയ്ത് തീരുമാനിക്കും. കൊൽക്കത്ത RG കർ മെഡിക്കൽ കോളേജിലെ PG വിദ്യാർത്ഥി പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് കേന്ദ്ര നിയമം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യവ്യാപക പ്രക്ഷോഭം മെഡിക്കൽ മേഖലയിലുള്ളവർ സംഘടിപ്പിച്ചെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം തിരിച്ചടിയായിരിക്കുകയാണ്. വിഷയത്തിൽ ഇടപെട്ട സുപ്രീം കോടതി പോലും ഡോക്ടർമാരുടെ സുരക്ഷാ നടപടികൾ ഉറപ്പാക്കണമെന്നാവശ്യപ്പെടുമ്പോഴും കേന്ദ്രം പിന്മാറുന്നത് അംഗീകരിക്കാനാകില്ലെന്നാണ് ഡോക്ടർമാരുടെ സംഘടനകളുടെ നിലപാട്. കേരളത്തിൽ ആശുപത്രി സംരക്ഷണ നിയമം 2023 പാസാക്കിയിട്ടുണ്ട്. ഇതനുസരിച്ച് ആശുപത്രി ആക്രമണങ്ങൾ ഗുരുതര കുറ്റമായി ജാമ്യമില്ലാ വകുപ്പായി മാറി. 7 വർഷം വരെ കഠിന തടവും 5 ലക്ഷം വരെ പിഴയും ലഭിക്കും. അതേസമയം ആരോഗ്യ പ്രവർത്തകർക്കെതിരായ കേസുകൾ കൈകാര്യം ചെയ്യാൻ അതിവേഗ കോടതി വേണമെന്ന ആവശ്യം കേരളത്തിൽ ഇതുവരെ പരിഗണിക്കപ്പെട്ടിട്ടില്ല. കേന്ദ്ര നിയമം ആവശ്യപ്പെട്ട് ആരോഗ്യരംഗത്തുള്ളവർ ഇനി സമരം ശക്തമാക്കുമോ എന്നാണ് അറിയേണ്ടത്. ഇവിടെ കേന്ദ്രം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതും ശ്രദ്ധേയം. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം. PR പ്രവീണ തന്നെ ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി PR പ്രവീണ. ഇതൊരു നാഷണൽ ബ്രേക്കിംഗ് ആണ്. കാരണം രാജ്യമൊന്നാകെ മെഡിക്കൽ മേഖലയിലെ ഡോക്ടർമാരും ഒപ്പം നഴ്സുമാരും ഒക്കെ കൂടി നടത്തിയ വലിയ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. മെഡിക്കൽ PG ഡോക്ടർമാരും ഒപ്പം തന്നെ മറ്റു ഡോക്ടർമാരും ജൂനിയർ ഡോക്ടർമാരും ഒക്കെ നടത്തിയ വലിയ പ്രതിഷേധത്തിൻ്റെ ഒടുവിൽ കേന്ദ്രം ഇപ്പോൾ കൈമലർത്തുകയാണ്. 2019 അവതരിപ്പിച്ച കരട് ബില്ല് നിയമമാവില്ല എന്നാണ് പറയുന്നത്. അതായത് രാജ്യമൊന്നാകെ ആരോഗ്യ മേഖലയിലെ പ്രവർത്തകർക്ക്, ഡോക്ടർമാർക്ക്, നഴ്സുമാർക്ക്, ആരോഗ്യ സംവിധാനത്തിന് സുരക്ഷ നൽകുന്ന കേരളം അവതരിപ്പിച്ചതുപോലെയുള്ള ഒരു ബില്ല് അത് നിയമമാവില്ല എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. പൂർണ്ണമായും കേന്ദ്ര സർക്കാർ ആ സാധ്യത തള്ളിക്കളയുകയാണോ? ആശുപത്രിയിലെയും ഡോക്ടർമാരുടെയും ഒക്കെ മെഡിക്കൽ സേവന രംഗത്തുള്ളവരെ ആക്രമിക്കുന്നത് വലിയ ശിക്ഷ ഉറപ്പാക്കുന്ന ഒരു നിയമമായി വരണം എന്നുള്ളതായിരുന്നു ഡോക്ടർമാരുടെയൊക്കെ ആവശ്യം. ഇപ്പോൾ ആശുപത്രി അക്രമം കുറ്റകരമാക്കുന്നത് ഉദ്ദേശിച്ചുകൊണ്ടുള്ള നിയമനിർമ്മാണത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്നാക്കം പോവുകയാണോ? PR പ്രവീണ. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ആരോഗ്യ മേഖലയിലെ പ്രവർത്തകർക്ക് സുരക്ഷ ഉറപ്പാക്കാൻ കൂടിയാണ് ഈ നിയമം വേണമെന്നുള്ള ആവശ്യം ശക്തമായത്. ഇതിനിടയിലാണ് RG കർ മെഡിക്കൽ കോളേജിൽ PG വിദ്യാർത്ഥിനി ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ടത്. അതിനുശേഷവും ഈ ആവശ്യവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് കേന്ദ്ര സർക്കാരിൻ്റെ നയം വ്യക്തമാക്കുന്ന തരത്തിലുള്ള വിവരാവകാശ രേഖ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ പറയുന്നത് ഇത്തരമൊരു നിയമത്തിൽ നിലവിൽ അങ്ങനെ മുന്നോട്ട് പോയാൽ എല്ലാ മേഖലയിലെയും ആളുകൾ, അതായത് ആരോഗ്യ മേഖല മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്നത്, വിവിധ മേഖലകളിലെ
ആളുകൾ ഇതേ ആവശ്യം ഉന്നയിച്ചു വന്നാൽ ഓരോ മേഖലയ്ക്കുമായി പ്രത്യേകം നിയമം നടപ്പാക്കേണ്ടി വരും. അത് നിലവിൽ പ്രായോഗികമല്ല എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഇനി ഒരു പക്ഷേ ഈ ഒരു നിലവിലുള്ള 2019 അവതരിപ്പിച്ച കരട് നിയമം നടപ്പാക്കാൻ വഴിയില്ല. അതായത് അത് ഉപേക്ഷിക്കുന്നു എന്ന് തന്നെ കരുതേണ്ടി വരും. നിലവിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വലിയ കുറ്റമായി അത് ആശുപത്രികൾക്ക് നേരെയുള്ള അതിക്രമം പോലും ഡോക്ടർമാരെ ഡ്യൂട്ടിയിലുള്ള ഡോക്ടർമാരെ ആക്രമിക്കുന്നത്, ആരോഗ്യ പ്രവർത്തകരെ ആക്രമിക്കുന്നത് അടക്കം വലിയ കുറ്റമായി മാറുമെന്നിരിക്കെ അത്തരമൊരു നിയമത്തിലേക്ക് പോകാതെ നിലവിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രം നടപടി എന്നുള്ള തരത്തിലേക്ക് മാറിയാൽ ഈ നിയമം നടപ്പാവുകയില്ല. കേരളത്തിൽ നടപ്പാക്കിയിട്ടുണ്ടെങ്കിലും മറ്റ് സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ കൊൽക്കത്ത, ഉത്തർപ്രദേശ് അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇത് വലിയ പ്രശ്നമായി മാറുകയാണ്. ആ ഇടങ്ങളിൽ പോലും ഒരു ശക്തമായ കേന്ദ്ര നിയമം കൊണ്ടുവരാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു ആവശ്യം ശക്തമാക്കി ദേശീയ തലത്തിൽ വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഒക്കെ സംഘടിപ്പിച്ചത്. പക്ഷേ കേന്ദ്ര നിയമം നടപ്പാക്കാനുള്ള സാധ്യതയില്ല എന്ന് ഈ ഒരു വിവരാവകാശ രേഖയിൽ വെളിപ്പെടുന്നുണ്ട്. എന്തായാലും ഇതിൽ പൂർണ്ണമായും കാര്യങ്ങൾ പറയേണ്ടത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ്. ഇനി എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് സംഘടനകൾ ഒരുപക്ഷെ വരും ദിവസങ്ങളിലൊക്കെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവുമായി ചർച്ച നടത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് പ്രിയ പ്രവീണ. കേരളത്തിനൊരു മാതൃകയുണ്ടായിരുന്നു. നമുക്കൊരു ആശുപത്രി സംരക്ഷണ നിയമം കേരളം പാസ്സാക്കിയിരുന്നു. കേരളത്തിന്റെ മാതൃകയിൽ ഒരു നിയമം പാസ്സാക്കണം എന്നതാണ് പാർലമെന്റിലും ആവശ്യപ്പെട്ടിരുന്നത്. അവസാന നിമിഷം വരെയും എനിക്ക് തോന്നുന്നു ആരോഗ്യ മേഖലയിലുള്ളവർക്കൊക്കെ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു കൊൽക്കത്തയിലെ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ. പക്ഷേ ആരോഗ്യ പ്രവർത്തകരെ കൈവിട്ടിരിക്കുകയാണ് കേന്ദ്രം. അതിന് കേന്ദ്രം പറയുന്ന വിശദീകരണം ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രമായി ഇങ്ങനെയൊരു നിയമം നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ ആശുപത്രി എന്നുള്ള മേഖല, പ്രത്യേകിച്ച് ഒരുപാട് പബ്ലിക്കുമായിട്ട് ഇടപഴകുന്ന വിഭാഗം, ഏത് പ്രതിഷേധമുണ്ടെങ്കിലും ആ ആശുപത്രി അടിച്ചു തകർക്കുന്നത്, പ്രത്യേകിച്ച് രോഗി മരണപ്പെടുന്ന സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന പ്രതിഷേധം, ഇതടക്കമുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ഡോക്ടർമാർ നേരിടേണ്ടി വരുന്ന, പ്രത്യേകിച്ച് വനിതാ ഡോക്ടർമാർ നേരിടേണ്ടി വരുന്ന അരക്ഷിതത്വ പ്രശ്നമുള്ളതും. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം എന്ന നിലയിൽ കൂടിയാണ് മെഡിക്കൽ മേഖലയിലെ, ആരോഗ്യ മേഖലയിലെ പ്രവർത്തകർ സമരം ചെയ്തതും ഇങ്ങനൊരു നിയമം ആവശ്യപ്പെട്ടിരിക്കുന്നതും. ആ നിയമം വേണ്ടതില്ല എന്ന നിലപാടിലേക്ക് കേന്ദ്രത്തെ എത്തിച്ചത് എന്തുകൊണ്ടായിരിക്കും? മറ്റു വകുപ്പുകളിലുള്ളവരും ഇതേപോലെ നിയമനിർമ്മാണം ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയാണോ? അങ്ങനെയാണെങ്കിൽ ആരോഗ്യ മേഖലയ്ക്ക് അത്ര പ്രാധാന്യം കൽപ്പിക്കുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതായത് നിലവിലെ അവസ്ഥയിൽ ആശുപത്രികൾ, അതായത് സംരക്ഷിത മേഖല എന്ന് നമ്മൾ പറയുന്ന ആശുപത്രികൾ അത്ര സംരക്ഷിത മേഖല ആകുന്നില്ല. ആർക്ക് വേണമെങ്കിലും കയറി ചെല്ലാവുന്ന, ഒരു ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും വലിയ തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമായി ആശുപത്രികൾ മാറിയിരിക്കുന്നു. നമുക്കറിയാം, ഒരു രോഗി എത്തിയാൽ ആ രോഗിയെ രക്ഷിക്കാനുള്ള സകല നടപടികളും ചെയ്താൽ പോലും ചിലപ്പോൾ കൈവിട്ടു പോകാറുണ്ട്. അത്തരം സാഹചര്യത്തിൽ അത് പറയുന്ന ഡോക്ടറെ പോലും, അതായത് മരണം സംഭവിച്ചു എന്ന് പറയുന്ന ഡോക്ടറെ പോലും ആക്രമിക്കുന്ന നിലപാടുകൾ നമ്മൾ തിരുവനന്തപുരം ആശുപത്രിയിൽ തന്നെ, മെഡിക്കൽ കോളേജിൽ തന്നെ അത്തരം ഒരു കണ്ടതാണ്. ഒരു വനിതാ ഡോക്ടറെ ചവിട്ടി വീഴ്ത്തുന്നതടക്കമുള്ള സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, ജനങ്ങളെ കൂടുതൽ ബോധവൽക്കരിക്കാൻ, അതായത് നിങ്ങൾ ഡോക്ടർമാരെയോ ആരോഗ്യ പ്രവർത്തകരെയോ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് ജാമ്യമില്ലാ വകുപ്പായി അകത്ത് കിടക്കുന്ന ശിക്ഷയാണ്. 50 ലക്ഷം രൂപ വരെ പിഴ, അതുപോലെ തടവ് ശിക്ഷ. ഇതൊക്കെ പറഞ്ഞ് അത്തരത്തിൽ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ കൂടിയാണ് ഈ നിയമം കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാർ പറയുന്നത് പോലെ, കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറയുന്നത് പോലെ ഇത് നടപ്പാക്കിയാൽ ഇതേ ആവശ്യം ഉന്നയിച്ച് മറ്റ് മേഖലയിലുള്ളവർ, ഇത്തരത്തിൽ ഒരു സുരക്ഷിത മേഖല എന്നുള്ള ആവശ്യവുമായി മറ്റ് മേഖലകളിലുള്ളവർ കൂടി ഈ നിയമം ആവശ്യപ്പെട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് ഓരോ മേഖലയ്ക്ക് വേണ്ടിയിട്ടും ഈ നിയമം പാസ്സാക്കുക എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ നിലവിലുള്ള കേന്ദ്രത്തിൻ്റെ നിലവിലുള്ള, അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള നിയമങ്ങൾ ഉപയോഗിച്ച് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. ആരോഗ്യ മേഖലയെ പ്രത്യേകമായി കാണേണ്ടത്, കാര്യം ഇത്തരം അതിക്രമത്തിനുള്ള ഒരുപാട് സാധ്യതാ മേഖലകളിൽ കൂടുതലാണ്. നമ്മൾ വന്ദനാദാസിന്റെ കൊലപാതകം കേരളത്തിൽ സൃഷ്ടിച്ച ഞെട്ടലിൽ നിന്നാണ് നമ്മൾ ആശുപത്രി സംരക്ഷണ നിയമം കുറച്ചുകൂടി കടുപ്പിക്കാൻ തീരുമാനിക്കുന്നതും അതിനുള്ള ഭേദഗതികൾ നിർദ്ദേശിച്ച് ആദ്യം ഓർഡിനൻസ് കേരളം ഇറക്കുന്നതും. സമാനമായ രീതിയിലുള്ളൊരു നിയമനിർമ്മാണമാണ് കേന്ദ്രത്തിലും ഉണ്ടാകേണ്ടത് എന്നാണ് ആരോഗ്യ പ്രവർത്തകർ ഒന്നടങ്കം പറഞ്ഞത്. കാരണം അവർ പല സാഹചര്യങ്ങളിലും ഇത്തരം പൊതുജനങ്ങളുടെ ആക്രമണത്തിന് വിധേയരാവാൻ സാധ്യതയുള്ളൊരു വിഭാഗമാണ്. ആ സംവിധാനങ്ങളിൽ വേണ്ടത്ര സുരക്ഷയില്ല എന്നുള്ളത് കൊൽക്കത്തയിലെ അതിജീവിത മരണപ്പെടുന്ന ഒരു ഘട്ടമുണ്ടാവുമ്പോഴും നമ്മൾ കണ്ടതാണ്. സെമിനാർ ഹാളിൽ ആണ് ഒരു അക്രമി കടന്നു കയറി ഈ പെൺകുട്ടിയെ ആക്രമിക്കുന്നത്. അവിടെ വേണ്ടത്ര സുരക്ഷ ഉറപ്പാക്കുന്നില്ല. അപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ സോൺ ഈ ആരോഗ്യ പ്രവർത്തകർക്ക് വേണം എന്നുള്ളതും ഒരു ആവശ്യമായിരുന്നു. അതടക്കമാണ് ഇപ്പോൾ കേന്ദ്രം തള്ളിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാത്രമായി ഒരു നിയമനിർമ്മാണം സാധ്യമല്ല എന്നാണ് അസന്ദിഗ്ധമായി കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ മറ്റെല്ലാ വകുപ്പുകളിലും ഉള്ളതുപോലെയുള്ള നിയമം മാത്രമേ ഇവിടെയും ബാധകമാകൂവെന്നാണ്.
കേരളം ഒരു മാതൃകയായിരുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും കേന്ദ്രം ഈ നിലപാടെടുക്കാനുള്ളൊരു കാരണം ഒരു പക്ഷേ ഇങ്ങനൊരു നിയമനിർമ്മാണം ഉണ്ടാക്കിയാൽ അത് മറ്റു നിയമങ്ങളുമായി കോൺഫ്ലിക്റ്റിലാകും എന്നുള്ളത് കൊണ്ടുകൂടിയാണോ? അതെ, അങ്ങനെ വേണം കരുതാൻ. കാരണം മറ്റുള്ള മേഖലകളിൽ ഇപ്പോൾ പോലീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് മേഖലകളിൽ ജോലി ചെയ്യുന്ന സെക്യൂരിറ്റി വിഭാഗമായിക്കോട്ടെ, അങ്ങനെയൊക്കെയുള്ള മേഖലയിൽ അവർ ഇതേ ആവശ്യം പറഞ്ഞ് മുന്നോട്ട് വന്നാൽ, ഞങ്ങളും ഇടപെടുന്നത് ഇത്തരം ആൾക്കാരോടാണ് എന്ന് പറഞ്ഞ് മുന്നേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും കൈയൊഴിയാൻ പറ്റാത്ത ഒരു സാഹചര്യം കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഉണ്ടാകുമെന്നുള്ളത് കൂടി കണ്ടാണ് ഈ നീക്കമെന്ന് വേണം കരുതാൻ. പക്ഷേ മനസ്സിലാക്കേണ്ടത് ഒരു പ്രത്യേക ആരോഗ്യ മേഖല എന്ന് പറയുന്നത് ദിനം പ്രതി ആയിരങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളൊക്കെ എത്തുന്ന ഇടമാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടായാൽ അതിനെ സംരക്ഷിക്കാൻ ഒരു നിയമമില്ലാതെ പോകുന്നത് എന്നുള്ളതാണ്. കേരളം മാതൃകയാണ്. കേരളത്തിൽ നിലവിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് എടുക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അതിവേഗ തീർപ്പ് കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഓക്കെ, ആരോഗ്യ പ്രവർത്തകരെ കൈവിട്ടിരിക്കുകയാണ് കേന്ദ്രം. ഒരു കേന്ദ്ര നിയമം ഉണ്ടാവില്ല. ആശുപത്രി സംരക്ഷണ നിയമത്തിന്റെ മാതൃകയിൽ റിപ്പോർട്ട് നാഷണൽ ബ്രേക്കിംഗ് ആണ്. രാജ്യവ്യാപകമായി നടന്ന പ്രതിഷേധത്തിന് ഒടുവിലാണ് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിലേക്ക് സമ്മർദ്ദം ചെലുത്തിയത്. ആ സമരം അവസാനിക്കുന്നതും അങ്ങനെ ഒരു പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ കേന്ദ്രം കൈവിട്ടിരിക്കുകയാണ്. ആശുപത്രികളെ സംരക്ഷിക്കുന്ന, ആരോഗ്യ പ്രവർത്തകരെ സംരക്ഷിക്കുന്ന കേരള മാതൃകയിലുള്ളൊരു നിയമം കേന്ദ്രം ഉണ്ടാക്കില്ല എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്ന വിവരാവകാശ മറുപടിയിൽ കേന്ദ്രം പറയുന്നത്. നാഷണൽ ബ്രേക്കിംഗ്. കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകരെ സംരക്ഷിക്കുന്ന ആശുപത്രി സംരക്ഷണ നിയമത്തിന്റെ മാതൃകയിലൊരു നിയമം കേന്ദ്രത്തിൽ ഉണ്ടാവില്ല. പി. പ്രവീണയാണ് വിവരങ്ങളുമായി പ്രേക്ഷകർക്കൊപ്പം ചേർന്നത്.